ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ എനർജി എന്ത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. പിന്നെ എന്തൊക്കെ സാഹചര്യങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകുന്നത് നമുക്ക് നോക്കാം. 10 of Swords, Fool കാർഡ്, 9 of Wands, 10 of Pentacles, രണ്ട് കാർഡോട് ഒരുമിച്ചാണ് 3 of Pentaclesഉം 3 of Swordsഉം കൂടാണ് വന്നത്. ഇത്രയും കാർഡാണ് വന്നിരിക്കുന്നത്. ബോട്ടം വന്നിരിക്കുന്നത് 2 Swords ആണ്. നിങ്ങളുടെ ജീവിതത്തിൽ കുറേ വിഷമങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകുമായിരുന്നു വെച്ചാൽ ഇപ്പം ഒന്നിനു പുറകെ ഒന്നായിട്ട് ഇങ്ങനെ വിഷമങ്ങൾ തന്നെ വന്നുകൊണ്ടിരിക്കുമായിരുന്നു എന്ന് വെച്ചാൽ പലതരത്തിലുള്ള വിഷമം ഒന്ന് മാറുമ്പോൾ അടുത്തത് അതിൻ്റെ പുറകെ തന്നെ അങ്ങനെ അത്ര നമുക്കൊന്ന് തല ഉയർത്താൻ പറ്റാത്ത പോലെ കുറേ അതൊക്കെ ഒരു കാർമിക്കായിരുന്നു. അത്രയും സിറ്റുവേഷനോട് നിങ്ങൾ കടന്നു പോകുമായിരുന്നെങ്കിൽ ഈ ടൈമിൽ അതൊക്കെ ഒന്ന് മാറി തുടങ്ങുവാണ്. ഫോൾ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു പുതിയ തുടക്കമാണ്. ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ മാറിയിട്ട് നിങ്ങളൊരു പുതിയ തുടക്കം അത് ഡിവൈനിൽ വിശ്വസിച്ച് തന്നെ നിങ്ങൾ മുമ്പോട്ട് പോകണം. ബോട്ടം വന്നിരിക്കുന്നത് 2 of Swords ആയതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു കോൺഫിഡൻസ് കിട്ടുന്നുണ്ട്. ഇതുവരെ ആ ഒരു എങ്ങനെ ഇതൊക്കെ മറികടക്കുമെന്നൊരു ടെൻഷനിലിരിക്കുന്നെങ്കിൽ കാരണം അത്രമാത്രം പ്രശ്നങ്ങളോടാണ് നിങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ മുമ്പിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അത് ഞാൻ പറഞ്ഞ പോലെ ഒന്നിന് പുറകെ ഒന്നായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അത്രയും നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട് ഓരോ കാര്യങ്ങളും. പക്ഷേ ഈ ടൈമിൽ നിങ്ങൾക്കിതെല്ലാം മാറ്റാൻ പറ്റുന്നൊരു തിരിച്ചറിവ് വരുവാണ്. ആ ഒരു കോൺഫിഡൻസ് കിട്ടുവാണ്. ഫേസ് ചെയ്തേ പറ്റുമെന്നൊരു തീരുമാനം എടുക്കുന്നുണ്ട്. അപ്പം ഇതുവരെ ആ ഒരു കൺഫ്യൂഷനൊക്കെ ഇതുവരെയുള്ള കൺഫ്യൂഷനൊക്കെ മാറ്റിയിട്ട് ഇപ്പം നിങ്ങളൊരു തീരുമാനം എടുക്കുന്നുണ്ട്. ഇത് ഫേസ് ചെയ്യണം എനിക്കിത് ഫേസ് ചെയ്യാൻ പറ്റും, ഇത് മറികടക്കാൻ പറ്റുന്നൊരു കുറച്ച് ഒരു വിശ്വാസം വരുന്നുണ്ട്. അപ്പം എന്തായിരുന്നു ഇനി ചിലപ്പോൾ ഏതെങ്കിലും വ്യക്തികളോട് എന്തെങ്കിലും പറഞ്ഞ സിറ്റുവേഷനൊക്കെ ആണെങ്കിൽ അതൊക്കെ ഒന്ന് പറഞ്ഞ് ക്ലിയർ ചെയ്യാൻ നിങ്ങൾ ഇന്നത്തെ ദിവസം തീരുമാനിക്കുന്നുണ്ട്. ചിലപ്പോൾ ഏതെങ്കിലും വ്യക്തികളോട് സംസാരിച്ച് അതിലൊക്കെ നിങ്ങൾ ഒരുപാട് വിഷമിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിയോട് ഇന്നത്തെ ദിവസം പറഞ്ഞ് ഇത് ക്ലിയർ ചെയ്യണം എന്ന് തന്നെ തീരുമാനിച്ച് മുമ്പോട്ട് പോകുന്ന ദിവസമാണ്. അപ്പോൾ ജോലിയിലായാലും ഇനി നിങ്ങളുടെ ലൈഫിലായാലും ഒക്കെ എന്തായാലും നിങ്ങൾ ഇന്നത്തെ ദിവസം ആ ഒരു കാർമിക്കായിട്ടുള്ള കുറേ സിറ്റുവേഷൻ ഒരുമിച്ച് വന്നുകൊണ്ടിരിക്കുന്നത് അത് ഇന്ന് നിങ്ങൾ എൻഡാക്കാൻ തീരുമാനിക്കുക. എൻഡാക്കാൻ എന്ന് വെച്ചാൽ എൻഡാവാൻ ഡിവൈൻ്റെ ഭാഗത്തും സപ്പോർട്ടുണ്ട്. പിന്നെ നിങ്ങൾ തന്നെ അതിനൊരു ക്ലാരിറ്റി കിട്ടി എന്ന് വെച്ചാൽ സംസാരിക്കേണ്ടത് സംസാരിച്ചതിനെ തീർത്ത് എന്തായാലും ഇതിനെല്ലാം മറികടക്കാൻ സാധിക്കുമെന്നൊരു തീരുമാനമെടുത്ത് നിങ്ങളത് ഫേസ് ചെയ്യാൻ തന്നെ തീരുമാനിക്കുന്നതാണ് ഇന്നത്തെ ദിവസം. പിന്നെ അങ്ങനെ ഫുൾ കാർഡ് വന്നിരിക്കുന്നത് നിങ്ങളങ്ങനെ ഡിവൈനിൽ വിശ്വസിച്ച് മുമ്പോട്ട് പോവാണ്. അങ്ങനെ ഒരു പുതിയ തുടക്കം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കോൺഫിഡൻസുള്ള പുതിയ തുടക്കം അങ്ങനെ നിങ്ങളൊരു സേഫായ സ്ഥലത്ത് എത്തുന്നുണ്ട്. 9 of Wands വന്നിട്ടുണ്ട്. നിങ്ങൾ ആ ഭയം നിരുന്ന കാര്യത്തിന് നിങ്ങൾക്ക് സേഫായ ഒരു സ്ഥലത്തേക്ക് എത്താൻ സാധിക്കും. ഇങ്ങനെ ഒരു തീരുമാനം എടുത്തപ്പോൾ തന്നെ. പിന്നെ 10 of Pentacles വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവരുടെയും സപ്പോർട്ട് കിട്ടും. അപ്പോൾ നിങ്ങളിങ്ങനെ മുമ്പോട്ട് ധൈര്യത്തോടെ ഇറങ്ങുമ്പോൾ തന്നെ എല്ലാ ഭാഗത്തുനിന്നും ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് നല്ല സപ്പോർട്ടായിരിക്കും. ഫാമിലിയിലും നിങ്ങളുടെ കൂടെ ആരൊക്കെ ഉണ്ട് അവരുടെ ഭാഗത്തു നിന്നൊക്കെ നല്ലൊരു സപ്പോർട്ട് കിട്ടും. ഫിനാൻഷ്യലി അബണ്ടൻസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഫിനാൻഷ്യലി ഒരു നല്ല എനർജി ആയിരിക്കും ഇന്നത്തെ ദിവസം. പിന്നെ ലാസ്റ്റ് വന്നത് 3 of Pentaclesഉം 3 of Swordsഉം ഒരുമിച്ചാണ്. അപ്പോൾ ഏതൊരു വ്യക്തി മൂലം നിങ്ങൾ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്. കാരണം നിങ്ങൾക്ക് ഇപ്പോഴും അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ആ ഒരു വ്യക്തി എന്നെ ഇട്ട് ഇങ്ങനെ കാണിച്ചല്ലോ അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞല്ലോ എന്നൊക്കെ. അപ്പോൾ ഏതോ ഒരു വ്യക്തി മൂലം നിങ്ങൾ ഒത്തിരി വിഷമിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇന്നത്തെ ദിവസം നിങ്ങൾ ആ ഒരു കാര്യം ഫേസ് ചെയ്യാൻ തീരുമാനിക്കുന്നുണ്ട്. ആ ഒരു കാര്യം കുറച്ചുകൂടെ അത് എങ്ങനെ മുമ്പോട്ട് പോകണം, ആ ഒരു വ്യക്തി ഇത്രമാത്രം നിങ്ങളെ വിഷമിപ്പിച്ചതിന് അതെങ്ങനെയാണ് നിങ്ങൾ ഹാൻഡിൽ ചെയ്യേണ്ടതെന്ന് ഇന്നൊരു ആരെങ്കിലും ഗൈഡൻസ് തരും. ഇങ്ങനെ ഇരിക്കരുത്, ഇതാണ് നീ ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു ഗൈഡൻസ് തരുന്ന എനർജി ഉണ്ട്. അപ്പം എന്തായാലും അങ്ങനെ ഏതെങ്കിലും ഒരു വ്യക്തി മൂലം നിങ്ങൾ വിഷമിച്ചിട്ടുണ്ടെങ്കിലും അതിന് നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ ജോലി ചെയ്യുന്നിടത്തായിരിക്കും ഇങ്ങനെ ഒരു വ്യക്തിയെ മൂലം നിങ്ങൾ ഒത്തിരി വിഷമിച്ചത്. നിങ്ങളുടെ ബിസിനസ്സിലോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ വേറെ ഏതോ ഒരു നല്ലൊരു വ്യക്തിയുടെ സഹായത്തോടെ ആ ഒരു കാര്യം
മാറ്റാൻ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഈ ഒരു വ്യക്തിയുടെ ഇത്രമാത്രം നിങ്ങളെ ഉപദ്രവിക്കുന്ന ആ ഒരു എനർജി മാറ്റാൻ നിങ്ങൾക്ക് എന്തൊരു ഗൈഡൻസ് കിട്ടുന്നുണ്ട്. അതിലൂടെ നിങ്ങൾ മുമ്പോട്ട് പോകുന്നുണ്ട്. എന്തായാലും പോയ ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തിരിച്ചു പിടിക്കണമെന്ന് തീരുമാനിക്കുന്ന ദിവസമായിരുന്നു 3 ഓഫ് പെന്റക്കിൾസ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടതൊക്കെ ഈ ഒരു വ്യക്തി മൂലം പെയിൻഫുള്ളായ സിറ്റുവേഷൻ ഉണ്ടായി, അതിലൂടെ നിങ്ങൾക്ക് എന്തൊക്കെ നഷ്ടപ്പെട്ടു അതൊക്കെ നിങ്ങൾ തിരിച്ചു പിടിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്തായാലും അതൊക്കെ ഒരു കാർമ്മികമായിരുന്നു, നിങ്ങൾ തന്നെ ഉൾക്കൊള്ളുന്ന ദിവസമാണ് ഇന്നത്തെ. ആ ഒരു കാർമ്മികമായിരുന്നു. അപ്പോൾ ഇതും ഫേസ് ചെയ്യണം. അല്ല എല്ലാം ഇങ്ങനെ ഭയന്ന് കൺഫ്യൂഷനായിട്ട് മാറി ഇരുന്നിട്ട് കാര്യമില്ലെന്ന് ഇന്ന് ഒരു മനസ്സിൽ അങ്ങനെ ഇൻറ്റ്യൂഷൻ കിട്ടുന്ന ദിവസമാണ് നിങ്ങൾക്ക്. അപ്പോൾ എന്തായാലും ഫാമിലിയിൽ നിന്ന് ഫുൾ സപ്പോർട്ടുണ്ട്. ഫിനാൻഷ്യലി നല്ലൊരു ഹൈ എനർജി നിൽക്കുന്നുണ്ട്. എന്തായാലും ഒരു കാർമ്മികൊക്കെ എന്തൊക്കെ കാർമ്മിക്ക് വന്നാലും അതൊക്കെ നേരിട്ടേ പറ്റൂ, നേരിട്ട് മുമ്പോട്ട് പോകണം. ഇതൊക്കെ ഞാൻ തന്നെ ഫേസ് ചെയ്യേണ്ടെന്നൊരു തോന്നൽ വന്ന് നിങ്ങൾ തന്നെ അതൊക്കെ മറികടക്കാൻ തീരുമാനിക്കുന്നുണ്ട്. അങ്ങനെ ഒരു പുതിയ തുടക്കമാണ്. അങ്ങനെ നിങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ ഡിവൈൻ്റെ ഭാഗത്ത് നിന്ന് നല്ല സപ്പോർട്ടുണ്ട് നിങ്ങൾക്ക്. നല്ല ബ്ലെസ്ഡ് ആണ് ഇന്നത്തെ ദിവസം. ഓക്കെ, അപ്പം ഇതാണ് ഇന്നത്തെ നിങ്ങളുടെ എനർജി. എന്തായാലും ഏതെങ്കിലും ഒരു വ്യക്തി മൂലം നിങ്ങളൊരു പെയിൻഫുള്ളായ സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അത് മാറുക, അതിൽ നിന്ന് മാറാൻ നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ ഇന്നത്തെ ദിവസം എന്തായാലും നിങ്ങൾക്ക് കൂടുതലും അതിനാണ് ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത്. ആ ഒരു തീരുമാനങ്ങളൊക്കെ എടുത്ത് ഈ ഒരു സിറ്റുവേഷനെല്ലാം പൂർണ്ണമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റാൻ നിങ്ങൾ തീരുമാനിക്കുന്നുണ്ട്. പിന്നെ 10 ഓഫ് പെന്റക്കിൾസ് വന്നിട്ടേക്കുന്നത് ഫിനാൻഷ്യലി നല്ല സഫിഷ്യൻ്റ് ആണ് ഈ ടൈം. അപ്പം ഇതാണ് ഇന്നത്തെ എനർജി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സോറി, ഞാൻ കുറച്ച് തിരക്കായുണ്ടെങ്കിൽ ഇങ്ങനെ പെട്ടെന്ന് പറയുന്നത്. ആർക്കെങ്കിലും പേഴ്സണലായിട്ട് വേണമെങ്കിൽ എൻ്റെ പേഴ്സണൽ നമ്പർ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.